ലെസ്ലി. ഞാൻ ലവ്ലി. വളരെ നാടൻ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നല്ലൊരു അയല പൊരിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിക്കൊക്കെ പോകണമെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചോറൊക്കെ എളുപ്പം കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മീൻ പൊരിച്ചെടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കുന്ന ഒരു അയല പൊരിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മത്തിയൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ. എന്നാലും അയല പൊരിച്ചെന്ന് കേൾക്കുമ്പോൾ വളരെ ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ചോറിൻ്റെ കൂടെ വെച്ചാൽ ഇച്ചിരി മോരൊക്കെ കൂട്ടി അതിൻ്റെ കൂടെ ഒരു അയല പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഊണായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടിയുള്ള പൊടികളും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അയല പൊരിക്കുന്നതിന് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് ഈ അയല പൊരിക്കുന്ന 2-3 അല്ലി ചെറിയുള്ളി ചേർക്കണം. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു 4 ചുള ചെറിയുള്ളി, ഒരു കുറച്ച് കാന്താരിമുളക്. കാന്താരിമുളക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളി എല്ലാം നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൂടുതൽ കറിവേപ്പിലയും കൂടി 2 തണ്ടിട്ട് ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ അയലയ്ക്ക് നല്ലൊരു ടേസ്റ്റായി. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും ഒക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കൂടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം ഉലുവ പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടത്തിൽ തന്നെ നമുക്കൊരു ചെറുനാരങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സമയത്ത് അയിലയൊക്കെ എടുത്ത് 4 5 ഒക്കെ ആയിട്ടൊന്ന് വരഞ്ഞെടുത്ത ശേഷം നമുക്ക് ആ മസാലയെല്ലാം ഈ അയിലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 6 അയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മസാല നന്നായിട്ട് അയിലയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ആ വരഞ്ഞ അതിലെ കൂടെയൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നോക്കാം, മസാല അതിൻ്റെ ഉള്ളിലെല്ലാം പിടിച്ചാൽ നമ്മൾ ആ അയില ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ എരിവും പുളിയും ഉപ്പും ഒക്കെ അയിലയിൽ നന്നായിട്ട് ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി എരിവ് വേണമെങ്കിൽ അല്പം എരിവും ഇച്ചിരി കുരുമുളക് ചിലപ്പം കൂടുതൽ ഇട്ട് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് അതിലേക്ക്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. പെട്ടെന്ന് തന്നെ നമുക്കത് വറുത്തെടുക്കാം. അയലയിലെ മസാലയൊക്കെ പുരട്ടി ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് അയലയൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ മീനും കൂടെ പൊരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുണ്ട് കറിവേപ്പില. ഇനി 2-3 തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ അടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും. ഇനി കറിവേപ്പില ഇല്ലെങ്കിൽ നമുക്ക് അല്പം അരിയോ അതുപോലെ കടുക് ഇട്ടാലും അടി പിടിക്കുകയല്ല മീൻ മറിച്ചിടുന്ന സമയത്തിന്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് മീൻ നമ്മൾ പൊരിക്കാനൊക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ അല്പസമയം ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് അയലയിലേക്ക് നമ്മൾ മീൻ വറക്കുമ്പോൾ ഒരു ലോ മീഡിയം സൈസിൽ വേണം മീൻ പൊരിച്ചെടുക്കാൻ. ഒത്തിരി തീ കൂട്ടിയിടരുത്, ഉള്ളൊക്കെ വേവാൻ താമസിക്കും. അയല നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
നാടൻ രീതിയിലുള്ള അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അയലയൊക്കെ നാടൻ അയലയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് അയലയൊക്കെ കിട്ടുന്ന സമയത്താണ് നിങ്ങൾ ഇതേ രീതിയിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പം മറിച്ചൊക്കെ ഇടുന്ന സമയത്തൊന്ന് പൊടിഞ്ഞു പോകാതെയൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു പുത്തൻ വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ.